ഇത്രയും വില കൊടുത്തുകൊണ്ട് ഈ ഒരു ചെറിയ വണ്ടിയെ നിങ്ങൾക്ക് കിട്ടിയോളൂ എന്നുള്ളൊരു എക്സ്പ്രഷൻ ആയിരുന്നു അവരുടെ എല്ലാ മുഖത്ത്. പക്ഷേ അതിൻ്റെ എക്സ്പീരിയൻസ് ഭയാനകമാണ്, അതും പറയാം. അയാൾ വന്ന് വാഹനം എടുത്ത് ഓടിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും കുറച്ച് ദൂരം ഓടും, നിന്നു പോകും. ഈ MG കോമറ്റ് എടുത്തിട്ട് ഏതാണ്ട് ഒരു വർഷത്തോളമായി. കഴിഞ്ഞ ഡിസംബറിലായിരുന്നു നമ്മൾ MG കോമറ്റ് എടുത്തത്. ഈ ഒരു വർഷക്കാലത്തിനകത്ത് ഏകദേശം 10,740 കിലോമീറ്റർ ഇപ്പം നമ്മളിത് ഡ്രൈവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാലത്തെ MG കോമറ്റ് നൽകിയ ഒരു എക്സ്പീരിയൻസ്, ഒരുപാട് ഗുണങ്ങളും ഉണ്ട്, അതുപോലെ ദോഷങ്ങളും ഉണ്ട് ഈ ഒരു വാഹനത്തിൽ. ഓരോന്നായിട്ട് പറയാം. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു റേഞ്ചിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ കൊല്ലത്ത് ഈ ഒരു വാഹനം കൊണ്ടുപോയിരുന്നു. ഫുൾ ചാർജിൽ എടുത്താണ്. ഇപ്പോൾ ബാലൻസ് 79% ഇവിടെ റിമെയിൻ ചെയ്യുന്നുണ്ട്. അതായത് 21% ഇന്ന് ഫുൾ ചാർജിൽ കൺസ്യൂം ചെയ്തു. ഇതിൽ ഞാൻ ട്രിപ്പ് റീസെറ്റ് ചെയ്തിരുന്നു ആദ്യം. ഈ 21% മൊത്തത്തിൽ 45.3 കിലോമീറ്റർ ആണ് ഓടിയത്. അതായത് നമുക്ക് റേഞ്ച് എന്ന് പറയുന്നത് 100%-ന് 200 കിലോമീറ്റർ ആണ് ഒരു നോർമലി കോമറ്റിന് കിട്ടുന്നത്. അപ്പോൾ 21%-ന് ഡബിൾ എന്ന് പറയുമ്പോൾ തന്നെ 42 കിലോമീറ്റർ ആണ് കിട്ടേണ്ടത്. നമുക്കത് 45.3 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. 1%-ന് 2 കിലോമീറ്ററിലധികം എന്ന രീതിയിലാണ് ഇന്നത്തെ ഈ ഒരു ട്രിപ്പിൽ ഇതിന്റെ ഒരു റേഞ്ച് കിട്ടിയിരിക്കുന്നത്. അതായത് ഇവർ ഈ പറയുന്ന ഏകദേശം 221 ആണെന്ന് തോന്നുന്നു MG അവകാശപ്പെടുന്ന ഇതിന്റെ ഒരു റേഞ്ച്. അതിനടുത്ത് എന്തായാലും, അതായത് എബോ 200 വേണമെങ്കിലും നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുമെന്നുള്ളതാണ് ഇതിന്റെ വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് കാണുന്നത്. പക്ഷേ അത് എല്ലാ ട്രിപ്പിലും നമുക്ക് കിട്ടണമെന്നില്ല. നമ്മൾ കൃത്യമായ രീതിയിൽ ഈ ഒരു വാഹനം, അത് ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിക്കേണ്ടുന്ന രീതിയിൽ ഈ ഒരു വാഹനം ഓടിച്ചെങ്കിൽ മാത്രമേ ഈ പറയുന്ന രീതിയിൽ 1%-ന് 2 കിലോമീറ്റർ എന്ന രീതിയിലുള്ള റേഞ്ച് കിട്ടും. അത് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓവർ സ്പീഡിലൊന്നും ഓടിക്കാൻ പാടില്ല. മാക്സിമം ഇതിനകത്ത് കാണിക്കും, നമ്മൾ ആക്സലേഷൻ കൊടുക്കുമ്പോൾ എത്ര കിലോ വാട്ട് ഇറങ്ങുന്നു ബാറ്ററിയിൽ നിന്ന് കാണിക്കുന്നുണ്ട്. അതൊരു 4, 5, 6 കിലോ വാട്ട് അവറിൽ ഒതുക്കി നിർത്തി കഴിഞ്ഞാൽ, അതായത് ഒരു 40-50 കിലോമീറ്ററിന് ഇടയ്ക്ക് സ്പീഡിലൊക്കെയാണ് പോകുന്നതും അനാവശ്യമായിട്ടുള്ള സഡൻ ബ്രേക്കും ഒക്കെ ഒഴിവാക്കി പെട്ടെന്നുള്ള ആക്സലേഷൻ കുറച്ച് ഗ്രാജുവലായിട്ട് വാഹനം കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന 1%-ന് 2 കിലോമീറ്റർ എന്ന രീതിയിലുള്ള റേഞ്ച് ഈ ഒരു വാഹനത്തിന് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. മറ്റ് ചില EV ബ്രാൻഡുകൾ പറയുന്നത് പോലെ അവർ പറയുന്നതിൻ്റെ ഒട്ടും അടുക്ക എത്താത്ത റേഞ്ച് അല്ല ഇത്. അവർ പറയുന്നതിന് ഏകദേശം അടുത്ത് തന്നെയുള്ള റേഞ്ച് ഈ ഒരു വാഹനത്തിന് കിട്ടുന്നു എന്നുള്ളത് നമുക്കൊരു കോൺഫിഡൻസ് തന്നെ കിട്ടും. ഇപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ 200 കിലോമീറ്റർ റേഞ്ച് ഇതിന് കിട്ടുമെന്ന് പറയുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ആ ഒരു 200 കിലോമീറ്റർ ഏരിയയിൽ നമുക്ക് പോയിട്ട് വരാനുള്ളൊരു കോൺഫിഡൻസ്, ഒരു റേഞ്ച് ആൻസൈറ്റി ഇല്ലാത്ത ഈ ഒരു വാഹനം ഓടിക്കാം എന്നുള്ളത് ഇതിൻ്റെ ഒരു വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു വാഹനത്തിനകത്ത് തോന്നിയ മറ്റൊരു പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് പെയിന്റിങ്ങും കാര്യങ്ങളും. ഏകദേശം ഒരു വർഷത്തോളമായി ഈ ഒരു വാഹനം നമ്മൾ എടുത്തിട്ട് ഇപ്പോഴും നമ്മൾ സർവീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഒന്ന് കഴുകി കുട്ടപ്പനാക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു പുതിയ വാഹനം പോലെ തന്നെ ഇരിക്കും. ഇപ്പോൾ നിലവിൽ ഇത് മഴക്കാലത്ത് ഓടിച്ചുകൊണ്ട് തന്നെ കുറച്ച് ചെളിയും അഴുക്കുമൊക്കെ ഫ്രണ്ടിരിക്കുന്നതുകൊണ്ടാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ സർവീസ് ചെയ്തൊക്കെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല ഒരു പുതിയ വാഹനത്തിൻ്റെ 1 വർഷം പഴക്കമായി എന്ന് പോലും പറയത്തില്ല, അത്രയും ഒരു ഗെറ്റപ്പിൽ നമുക്ക് ഈ ഒരു വാഹനം കിട്ടും. അതിനെനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു പെയിൻറ്റ് ക്വാളിറ്റി അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. നല്ല ക്വാളിറ്റി പെയിൻറ്റിങ് തന്നെയാണ് ഈ ഒരു വാഹനത്തിനകത്ത് MG ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അതെനിക്ക് പലപ്പോഴും എനിക്കത് എടുത്ത് പറയാൻ തോന്നിയിട്ടുണ്ടെന്നുള്ളൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റാണ്. പിന്നീട് ഈ ഒരു വാഹനത്തിൻ്റെ ഡ്രൈവ് കംഫർട്ട്, അത് നമ്മളിതിൻ്റെ MG കോമറ്റിൻ്റെ 3ാമത്തെ വീഡിയോ നമ്മളിപ്പോൾ ചെയ്യുന്നത്. ആദ്യത്തെ 2 വീഡിയോകളിലും പറഞ്ഞിരുന്നതാണ് ഇതിൻ്റെ ഒരു ഡ്രൈവ് കംഫർട്ട്. എത്ര വാഹനം ഓടിച്ച് പരിചയമില്ലാത്തവർക്ക് പോലും വളരെ ഈസി ആയിട്ട് ഈ ഒരു വാഹനം കൊണ്ടു നടക്കാമെന്നുള്ളതാണ്. ഇതിൻ്റെ ശക്തമായ ഒരു എതിരാളി എന്ന് പറയുന്നത് ടാറ്റയുടെ ടിയാഗോ ആണ്. ടിയാഗോയിൽ നിന്ന് ഇതിനുള്ളൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കാണുന്നത് ഈ ബോണറ്റ് ഏരിയ അധികം ഇല്ല എന്നുള്ളതാണ്. ടിയാഗോയ്ക്ക് നല്ല ഒരു ബോണറ്റ് ഏരിയ ഉണ്ട്. അപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് എസ്പെഷ്യലി ലേഡീസൊക്കെ വാഹനം ഓടിക്കുമ്പോൾ ആ ഒരു ബോണറ്റ് ഏരിയ കൂടി നമ്മൾ കെയർ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഇവിടെ ഈ പറഞ്ഞ ബോണറ്റ് ഏരിയ അധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഏത് ഭാഗത്തും തിരിക്കാനും വളയ്ക്കാനും വളരെ നിഷ്പ്രയാസം ഈ ഒരു വാഹനം കൈകാര്യം ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് ആണ്. വളരെ കുഞ്ഞൊരു സ്റ്റിയറിംഗ് ആണ്. മാത്രമല്ല വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു വിരൽ കൊണ്ട് വേണമെങ്കിൽ പോലും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റിയറിംഗ് ആണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് വേണ്ടി എടുത്തൊരു വാഹനമല്ല, എൻ്റെ വൈഫിന് വേണ്ടി എടുത്തൊരു വാഹനമാണ്. അപ്പോൾ അവൾ ഈ പറഞ്ഞ പോലെ ലൈസൻസ് ഒക്കെ അങ്ങോട്ട് ജസ്റ്റ് ഓടിച്ചു തുടങ്ങിയൊരു വാഹനം ഇതാണ്. ഇപ്പോൾ ഏകദേശം ഈ ഒരു വർഷക്കാലം ഈ ഒരു വാഹനം ഓടിച്ചുകൊണ്ട് നല്ല രീതിയിൽ കൈ തെളിഞ്ഞ് അടിപൊളിയായിട്ട് ഈ ഒരു വാഹനം ഇപ്പോൾ ഓടിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തി. ഈ ഒരു വാഹനം എടുത്തപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് കൂടി ഇതിനകത്ത് പറയേണ്ടതുണ്ട്. അതായത് ആദ്യം ഞാൻ ഈ ഒരു വാഹനം വാങ്ങി എൻ്റെ വീട്ടിലും അതുപോലെ വൈഫിൻ്റെ വീട്ടിലേക്ക് കൊണ്ടു ചെന്നപ്പോൾ എന്താ പറയുന്നത്, നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ നമ്മൾ വീട്ടുകാരുടെ ഇഷ്ടമില്ലാതെ നമ്മൾ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടു ചെല്ലുമ്പം അവരുടെ മുഖത്തുള്ള ഒരു അനുഭവമായിരുന്നു സത്യം പറഞ്ഞാൽ. ഈ ഒരു വാഹനം ഞാൻ വാങ്ങി എൻ്റെ വീട്ടിലും എൻ്റെ വൈഫിൻ്റെ വീട്ടിലേക്കും കൊണ്ടു ചെന്നപ്പോൾ അവരുടെ എല്ലാം എനിക്ക് വേറെ ജോലിയില്ല എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ എല്ലാം. കാര്യം ഇത്രയും വില കൊടുത്തുകൊണ്ട് ഈ ഒരു ചെറിയ വണ്ടിയെ നിങ്ങൾക്ക് കിട്ടിയോളൂ എന്നുള്ളൊരു എക്സ്പ്രഷൻ ആയിരുന്നു അവരുടെ എല്ലാം മുഖത്ത്. പക്ഷേ അവരൊക്കെ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു വാഹനത്തിനകത്ത് യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറിയെന്ന് വേണം പറയാൻ. അതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു പ്രത്യേകത. പുറമേ നിന്ന് നോക്കുമ്പോൾ ആൾ കുഞ്ഞനാണ്, കാണാൻ ചിലപ്പോൾ അത്രയും സൗന്ദര്യമൊന്നും ഫ്രണ്ടിലൊന്നും കാണാനില്ല. പക്ഷേ ഈ ഒരു വാഹനത്തിനകത്ത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ഈ ഒരു വാഹനം ഇഷ്ടപ്പെടും. ഈ ഒരു വാഹനം കുഞ്ഞൻ സൈസാണെങ്കിലും ഈ ഒരു ഫ്രണ്ട് റോ
സീറ്റിൻ്റെ കംഫർട്ട് എന്ന് പറയുന്നത് അത് അടിപൊളിയാണ്. കാരണം നല്ല സ്പേഷ്യസ് ആണ്. സാധാരണ വാഹനങ്ങൾ ഈ ഒരു സൈസിലുള്ള ഈ ഒരു റേഞ്ചിലുള്ള വാഹനത്തിനേക്കാളും സ്പേഷ്യസ് ആണ് ഫ്രണ്ട് റോ. പക്ഷേ സെക്കൻഡ് റോയെ പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല. കാരണം സെക്കൻഡ് റോ ഒട്ടും സ്പേഷ്യസ് അല്ല, കുട്ടികൾക്ക് മാത്രമേ ഇരിക്കാൻ പറ്റൂ. 2 പേർക്കാണ് ഈ ഒരു വാഹനം എപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് സത്യം. 4 പേർക്കൊക്കെ പോകാം, പക്ഷേ ബാക്ക് റോ അത്രയും ഒരു സപ്പോർട്ടില്ല. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട കാര്യം, ഈ ഒരു വാഹനം വാങ്ങുമ്പോൾ ഇതിനോടൊപ്പം വരുന്ന സീറ്റ് അത് തീരെ കംഫർട്ട് ഇല്ലാതിരുന്ന ഒരു ഫാബ്രിക് ടൈപ്പ് സീറ്റാണ്. ഹയർ എൻഡ് വേരിയൻ്റ് ആയിട്ട് പോലും ഞങ്ങൾ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ലെതർ കവറിങ് ഒക്കെ ചെയ്യിച്ച് ഇപ്പോൾ ഈ തൈ സപ്പോർട്ടൊക്കെ നോക്കി നല്ല രീതിയിൽ കൂട്ടിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ബാക്ക് സപ്പോർട്ട് നല്ല രീതിയിൽ കൂട്ടി. ഇപ്പോൾ ഈ ഒരു വാഹനം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരം വരെയൊക്കെ 1.5 മണിക്കൂറൊക്കെ ഡ്രൈവ് ചെയ്താൽ പോലും കണ്ടിന്യൂസ് ഓടിച്ചാലും നമുക്ക് നല്ലൊരു കംഫർട്ടാണ്. നമുക്ക് ഈ മുതുവിനൊന്നും യാതൊരു വിഷയമല്ല, നല്ല രീതിയിൽ ഈ ഒരു വാഹനം ഇപ്പോൾ ഡ്രൈവ് ചെയ്യാനുള്ള ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു വാഹനത്തിന് പൊതുവെ ഇതിൻ്റെ ഈ ഒരു ഗ്ലാസ് ഏരിയ എന്ന് പറയുന്നത് സാധാരണ വാഹനങ്ങളെക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. അത് നമ്മൾ മുൻ വീഡിയോയിലും പറഞ്ഞതാണ്. ഗുണമെന്ന് പറയുന്നത് വിസിബിലിറ്റി, നമുക്കിതിനകത്ത് ഇരുന്നാൽ നല്ല രീതിയിൽ വിസിബിലിറ്റി ലഭിക്കുന്നുണ്ട്. പക്ഷേ ദോഷം എന്ന് പറയുന്നത് നമ്മൾ അകത്തിരിക്കുമ്പോൾ നല്ല ചൂട് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മളത് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിനകത്ത് UV പ്രൊട്ടക്ഷൻ ഫിലിം ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കൂളിംഗ് ഫിലിമൊക്കെ നിയമപരമായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂളിംഗ് ഫിലിം ഒട്ടിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ ഇതിൻ്റെ AC കാര്യം പറഞ്ഞാൽ നല്ല പവർഫുൾ AC ആണ്. ഇനി ഈ ഒരു വാഹനം നമ്മൾ നേരത്തെ കണ്ട ആ ഒരു റേഞ്ച് ഉണ്ടല്ലോ, അതായത് 1%-ന് 2 കിലോമീറ്റർ എന്ന റേഞ്ചിൽ കിട്ടാൻ ഈ പറഞ്ഞ പോലെ ഞാൻ സാധാരണ ചെയ്യുന്നത് AC വന്നിട്ട് ലോയിൽ ഇട്ടിട്ട് ഫാൻ സ്പീഡ് വന്ന് ഒരു ആവറേജ് 3-ലൊക്കെയാണ് ഇടുന്നത്. 2-3 പേര് പോയാലും ഈ പറഞ്ഞ 1%-ൽ 2 കിലോമീറ്റർ എന്ന റേഞ്ച് കിട്ടുന്നുണ്ട്. ഇനി റേഞ്ചിൻ്റെ കാര്യത്തിൽ വലിയ പിശുക്കുള്ളവർക്കാണെങ്കിൽ AC ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെയും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, AC ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ 1%-ൽ 4 കിലോമീറ്റർ വരെയൊക്കെ ഞാൻ AC ഓഫ് ചെയ്തും ഈ ഒരു വാഹനം ഓടിച്ചിട്ടുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ്. നമ്മൾ ഈ ഒരു വാഹനം വാങ്ങി ഈ 1 വർഷക്കാലത്തിനിടയിൽ ഏകദേശം 2-3 മാസം കൂടുമ്പോൾ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വീതം തരുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഗ്ലിച്ച് ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ആ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി മാറ്റുന്നുണ്ട്. പുതിയ ചില ഫീച്ചറുകൾ, ഇപ്പോൾ ക്യാബിൻ മോഡ് എന്നൊക്കെ പറയുന്നുള്ള ചില ഫീച്ചറുകളൊക്കെ ഈ ഒരു വാഹനത്തിലേക്ക് ഇത്തരം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി MG നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഈ ഒരു വാഹനത്തിൻ്റെ പോസിറ്റീവ് സൈഡുകളാകുമ്പോഴും ചില കല്ലുകടികളും നമുക്ക് ഈ ഒരു വാഹനത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയെന്ന് കൂടി പറയാം. അതായത് നമുക്ക് ഈ ഒരു വാഹനം ഉപയോഗിച്ച സമയത്ത് നമുക്ക് റോഡ് സൈഡ് അസിസ്റ്റൻ്റ് അഥവാ RSA വിളിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ എക്സ്പീരിയൻസ് ഭയാനകമാണ്, അതും പറയാം. എന്തിനാണ് RSA വിളിക്കേണ്ടി വന്നതെന്ന് പറയാം. അതായത് എൻ്റെ വൈഫ് വർക്കിംഗ് ആണ്, വൈഫിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വാഹനം വാങ്ങിയത്. അപ്പോൾ വൈഫ് വർക്ക് ചെയ്യുന്ന കോളേജിൽ ഈ ഒരു വാഹനം പകൽ സമയത്ത് കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടിരുന്ന സമയത്ത് നല്ല ചൂട് സമയം ആയതുകൊണ്ട് തന്നെയും നായകൾ ഇതിൻ്റെ അടിയിൽ കയറി കിടക്കുന്നത് പതിവായിരുന്നു. അങ്ങനെ കയറി കിടന്ന ഏതോ ഒരു നായ ഇതിൻ്റെ അടിയിലൂടെ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു കേബിൾ പോകുന്നുണ്ട്, ആ കേബിൾ കടിച്ച് മുറിച്ചു. ഇത് നമ്മൾ അറിയുന്നില്ല, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് അറിയുന്നില്ല. വൈകിട്ട് അയാൾ വന്ന് വാഹനം എടുത്ത് ഓടിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും കുറച്ച് ദൂരം ഓടും, നിന്നു പോകും, വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് പോവും, കുറച്ച് ദൂരം ഓടും, നിന്നു പോകും. ഇങ്ങനെയുള്ള പ്രശ്നം റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ RSAയിൽ വിളിച്ചു, സർവീസ് സെൻറ്ററിൽ കൊണ്ടുചെന്ന് അവർ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഇങ്ങനൊരു സംഭവം നടന്നത് അറിയുന്നത്. കൃത്യമായിട്ട് അത് മനസ്സിലായി, അത് നായ കടിച്ചതിൻ്റെ പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കേബിൾ മാറുന്നതിന് തന്നെ ഏകദേശം 19,000 രൂപ ഇൻഷുറൻസിൽ തന്നെ നമുക്ക് ആ അത്രയും എമൗണ്ട് ക്ലെയിം നമുക്ക് ചെയ്യേണ്ടി വന്നു, 19,000 രൂപ. അപ്പോൾ ഇത്രയും വിലയുള്ള ഒരു കേബിൾ മാത്രമല്ല, ഈ ഒരു വാഹനം ഓടുന്നതിന് ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന ഒരു കേബിൾ, അത് ഒരു നായ കടിക്കുന്ന രീതിയിൽ ഈ ഒരു വാഹനത്തിൽ കൊടുത്തത് എനിക്കൊരു ചെറിയൊരു നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കി. അതിനൊരു കവറിങ്ങോ ഒക്കെ ഒരുപക്ഷെ കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. ഇനി എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടോ അതുകൊണ്ടാണോ അത് കൊടുക്കാത്തതെന്ന് എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ ഒരു കല്ലുകടി ഈ ഒരു വാഹനത്തിൻ്റെ കേസിൽ മനഃപൂർവ്വം അല്ലാതെ നമുക്ക് വന്നിട്ടുണ്ട്. രണ്ടാമത് എനിക്ക് തോന്നിയിട്ടുള്ള മറ്റ് ചില നെഗറ്റീവുകൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ടയർ പ്രൊഫൈൽ എന്ന് പറയുന്നത് ചെറുതാണ്. താരതമ്യേന മറ്റ് വാഹനങ്ങളുമായിട്ട് നോക്കുമ്പോൾ ചെറിയ ടയറാണ്. അതുകൊണ്ടുള്ള ഒരു കുറവെന്ന് പറയുന്നത് നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ കൃത്യമായിട്ടും റോഡിലെ ഓരോ കുന്നും കുഴിയും നമുക്ക് വാഹനത്തിനകത്ത് ഇരുന്നാൽ നമുക്ക് അറിയും. ഇപ്പോൾ പ്രത്യേകിച്ച് നാഷണൽ ഹൈവേയുടെയൊക്കെ പണി നടക്കുന്നതുകൊണ്ട് തന്നെയും കട്ടർ റോഡുകളിലൂടെ പോകുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ നല്ല രീതിയിൽ കുലുക്കം നമുക്ക് അനുഭവപ്പെടും. എന്നാൽ പ്ലെയിൻ റോഡിലൂടെ പോയാൽ നല്ല സ്മൂത്തായിട്ട് പോകാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെറിയ ടയർ വന്നുകൊണ്ട് തന്നെയും കുറച്ച് ഈ പറഞ്ഞ പോലെ ഒരു ബമ്പി റോഡിൽ ഓടിക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നീട് വന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ സ്റ്റിയറിങ്ങിനകത്ത് നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരു ബമ്പിലൊക്കെ ചാടുന്ന സമയത്ത് ഇപ്പോൾ ചെറിയൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ആ ഒരു ഫ്രണ്ട് വീൽ ഏരിയയിൽ നിന്നൊരു സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഞാൻ അവിടെ MGയുടെ സർവീസിൽ കൃത്യമായിട്ട് പറയുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ എന്തോ ഒരു ബോൾട്ടോ സംതിങ് അതിൻ്റെ പ്രശ്നം കൊണ്ടാണെന്ന് അവർ ഐഡൻറ്റിഫൈ ചെയ്തു. അത് കൃത്യമായിട്ട് അവർ മാറ്റും, അതിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഇമ്മീഡിയറ്റ് വരും. അത് മാറ്റി കഴിയുമ്പോൾ ആ പ്രശ്നം അവർ റെക്ടിഫൈ ചെയ്യുമെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് വന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഡിസ്പ്ലേ. ആ ഒരു ഡിസ്പ്ലേ നമ്മൾ യാത്രയിൽ കൂടെ ഓഫായി പോകുന്നുണ്ട്. വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നില്ലെങ്കിലും വല്ലപ്പോഴുമെങ്കിലും ആ ഒരു ഡിസ്പ്ലേ ഓഫ് ആവുന്നുണ്ട്. അതായത് ഒരു ദിവസം രാവിലെ വാഹനം നമ്മൾ വീട്ടിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഓൺ ആകും, പക്ഷേ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഡിസ്പ്ലേ ഓൺ ആകില്ല. അന്നത്തെ ദിവസം കംപ്ലീറ്റ് അത് ഓഫായിരിക്കും. അന്ന് നമ്മൾ എത്ര തവണ വാഹനം റീസ്റ്റാർട്ട് ചെയ്താലും ആ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഓൺ ആകില്ല. അതേസമയം വണ്ടി റെസ്റ്റിലിട്ട് അടുത്ത ദിവസം ഓൺ ചെയ്യുമ്പോൾ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം താനെ ഓൺ ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു മാസത്തിൽ 2-3 മാസം കൂടുമ്പോഴൊക്കെ ഇതുപോലെ
പലപ്പോഴും ആ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഓഫായി പോകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ടോപ്പ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ റിവേഴ്സ് ക്യാമറയൊക്കെ ഉണ്ട്. ഈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലൂടെയാണല്ലോ റിവേഴ്സ് ക്യാമറയുടെ ഡിസ്പ്ലേ കാണുന്നത്. അതൊന്നും നമുക്ക് അത്തരത്തിൽ ആ സമയത്ത് പ്രവർത്തിക്കാതിരിക്കും. ഇത് പെട്ടെന്ന് തന്നെ അടുത്ത ദിവസം തന്നെ തിരിച്ച് കിട്ടുന്നതുകൊണ്ട് തന്നെ ഞാനൊരു കംപ്ലയിൻ്റ് ആയിട്ട് അത് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഉപയോഗിക്കുന്ന MG കോമറ്റിൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ടോ ഡെഡായിപ്പോയി. ഓൺ ആയിട്ടേ ഇല്ല. പക്ഷേ ഇതിനകത്ത് കൂടെ ഓണായി വരുന്നുണ്ട്, ഓഫ് ആയാലും. പക്ഷേ അത് ഓൺ ആയിട്ടേ ഇല്ല. പിന്നീട് എൻ്റെ സുഹൃത്തിൻ്റെ വാഹനത്തിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം തന്നെ കമ്പനി മാറ്റി വെച്ച് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നവും എനിക്ക് ഈ ഒരു വാഹനത്തിനകത്ത് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളാണ് ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ എൻ്റെ ഓർമ്മയിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെ വന്നെങ്കിലും നമ്മൾ ഈ ഒരു വാഹനത്തിനോട് വല്ലാത്തൊരു അടുപ്പവും സ്നേഹവും ആയിപ്പോയി. കാരണം അത്രയും ആൾ ക്യൂട്ടാണ്, അത്രയും ലാഭകരമാണ് ഈ ഒരു വാഹനം എന്ന് പറയാതെ വയ്യ. കാരണം ഞാൻ പറഞ്ഞില്ല, വൈഫിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വാഹനം വാങ്ങിയത്. ദിവസവും അയാൾ കോളേജിൽ വർക്ക് ചെയ്യുകയാണ്. കോളേജിലേക്ക് പോകുന്നതിന് വേണ്ടി ദിവസവും 20-40 കിലോമീറ്റർ ഒരു ദിവസം ഓടുന്നുണ്ട്. അപ്പോൾ ഒരു മാസം ഒരു പെട്രോൾ കാറിലാണ് ഇത്രയും ദൂരം സഞ്ചരിച്ചിരുന്നതെങ്കിൽ എങ്ങനെ പോയാലും ഒരു 10 മൈലേജൊക്കെ ഉള്ള ഒരു പെട്രോൾ കാർ ആയിരുന്നെങ്കിൽ നമുക്കൊരു 12,000 രൂപയുടെ പെട്രോൾ എങ്ങനെ ആയാലും വേണ്ടി വന്നേനെ. പക്ഷേ ഇപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് മാറിയപ്പോൾ മാസം 1000 രൂപയുടെ കറണ്ടേ നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്നുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഒരു മാസം എങ്ങനെ പോയാലും ഈ ഒരു വാഹനം ദിവസം 40 കിലോമീറ്റർ ഓടുന്ന ഒരാളെന്ന നിലയ്ക്ക് ഏകദേശം 10,000-11,000 രൂപയുടെ ലാഭം നേടിത്തരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരു വർഷം മിനിമം 1,00,000 രൂപയെങ്കിലും നമുക്ക് പെട്രോൾ കാറിൽ നിന്ന് ഈ ഒരു വാഹനത്തിലേക്ക് മാറുമ്പോൾ ദിവസം 40 കിലോമീറ്റർ ഓടുന്ന ഒരാൾക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു വാഹനത്തിനകത്ത് ഞാൻ കാണുന്ന ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ്. എസ്പെഷ്യലി വീട്ടിൽ സോളാറൊക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ 1000 രൂപയുടെ കറണ്ട് ചിലവ് പോലും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ലാഭമായി ഈ ഒരു വാഹനം മാറുന്നതെന്ന് വേണം പറയാൻ. അപ്പോൾ ഈ ഒരു വാഹനം ആർക്കാണ് സ്യൂട്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആർക്കും ഈ ഒരു വാഹനത്തെ ഒരു പ്രൈമറി വെഹിക്കിൾ എന്ന രീതിയിൽ, അതായത് വീട്ടിൽ മറ്റൊരു കാർ ഇല്ലാത്ത ഒരാൾക്ക് ഈ ഒരു വാഹനം സജസ്റ്റ് ചെയ്യില്ല ഞാൻ. എന്നാൽ ഒരു വലിയ വാഹനമുണ്ട്, ഒരു പെട്രോൾ കാറുണ്ട്. ഇപ്പോൾ നമുക്കൊരു ലോങ് യാത്രയിൽ പോകണം, ഇപ്പോൾ കൊച്ചിയിലേക്ക് കൊല്ലത്തു നിന്നൊക്കെ പോകണമെങ്കിൽ ഈ ഒരു വാഹനത്തിൽ പോയി വരിക ബുദ്ധിമുട്ടാണ്. കാരണം ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊന്നും ഞാൻ ഈ ഒരു വാഹനം എടുക്കുന്ന സമയത്ത് ഇതിനകത്ത് ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ പിന്നീട് DC ചാർജ് സപ്പോർട്ടുള്ള മോഡലൊക്കെ വന്നു. അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഞാൻ വാങ്ങിയത് ഹയർ വേരിയൻ്റ് ആയിട്ട് പോലും അതിനുശേഷം പറയുന്ന ഇലക്ട്രോണിക് പാർക്കിംഗ്, അതുപോലെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട്, അങ്ങനെ നിരവധി ഇതിനകത്ത് ഇല്ലാത്ത ഫീച്ചറുകൾ പോലും ആഡ് ചെയ്ത് MG കോമറ്റ് ഈ ഞാൻ വാങ്ങിയതിനേക്കാൾ വില കുറച്ചുകൊണ്ട് പിന്നീട് ഇറക്കി. അപ്പോൾ അങ്ങനെ ഒരു നമുക്ക് ഈ പറഞ്ഞ പോലെ പറഞ്ഞ പോലെ ആദ്യം വാഹനങ്ങൾ ഇറക്കുന്നതിൽ നിന്ന് പിന്നീട് കൂടുതൽ ഫീച്ചർ നൽകി വില കുറച്ചുകൊണ്ട് ഇറക്കുന്ന ഒരു രീതിയും കാണാറുണ്ട്. ആദ്യം ചാടി എടുത്ത ഞങ്ങളെപ്പോലുള്ള കുറച്ച് പേർക്ക് അതുകൊണ്ട് തന്നെ അത്തരം ഫീച്ചറുകൾ ഇപ്പോൾ ഈ ഒരു വാഹനത്തിനകത്ത് മിസ്സിംഗ് ആണ് എന്നുള്ളതും സത്യമാണ്. അപ്പോൾ ഈ ഒരു വാഹനം നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രൈമറി കാർ എന്ന നിലയിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല എൻ്റെ ഒരു വർഷക്കാലത്തെ എക്സ്പീരിയൻസിൽ. അതേസമയം വീട്ടിൽ ഈ പറഞ്ഞ പോലെ ലോങ് യാത്രയ്ക്ക് ഒരു പെട്രോൾ കാറുണ്ട്. സെക്കൻഡറി വെഹിക്കിൾ എന്ന നിലയിൽ നമുക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാം. അതായത് ദിവസവും നമുക്ക് ഒരു സ്കൂട്ടറിൽ പോകുന്ന ഒരാൾക്ക് കുറച്ചും കൂടി ഒരു അപ്ഗ്രേഡ് എന്ന നിലയിലേക്ക് ഈ ഒരു വാഹനത്തിലേക്ക് മാറാം. അല്ലെങ്കിൽ എസ്പെഷ്യലി ലേഡീസ്, വർക്കിംഗ് ലേഡീസിന് ഈ ഒരു വാഹനം പക്കാ സ്യൂട്ടാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതായത് ദിവസം രാവിലെ വീട്ടിൽ നിന്ന് പോയി വർക്ക് ചെയ്ത് തിരിച്ച് വീട്ടിൽ വന്ന് രാത്രി വീട്ടിൽ തന്നെ ചാർജ് ചെയ്ത് ഡെയിലി പോകുന്നവർക്ക് തീർച്ചയായിട്ടും സ്യൂട്ടാകുന്ന ഒരു ഇലക്ട്രിക് വാഹനമായിട്ട് മാറുകയാണ് MG കോമറ്റ്. അതുപോലെ നമ്മളെ സ്ഥിരമായി ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഞാൻ എൻ്റെ ഒരു പ്രൈമറി വാഹനമായിട്ട് ഉപയോഗിക്കുന്ന പെട്രോൾ കാർ എന്ന് പറയുന്നത് കിയയുടെ സെൽട്ടോസ് എന്ന് പറയുന്ന വാഹനമായിരുന്നു. അത് നമ്മൾ സെല്ല് ചെയ്തിട്ടുണ്ട്. സെല്ല് ചെയ്യാനുള്ള കാരണം പുതിയ ഒരു വാഹനത്തിന് വേണ്ടി നമ്മൾ ബുക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വാഹനം ഉടൻ തന്നെ വരും. അത് ഏതാണെന്നും എന്താണെന്നും കൂടുതൽ വിവരങ്ങൾ നമ്മൾ വീഡിയോയിലൂടെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. സ്റ്റേ സബ്സ്ക്രൈബ്ഡ്.